പ്രിയമുള്ളവരെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതും വളരെ വേദന നിറഞ്ഞതുമായ കാര്യങ്ങളാണ് ബാലേട്ടൻ്റെ മരണത്തെ തുടർന്നുണ്ടായത്. എല്ലാവരെയും പോലെ ഞാനും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇന്നത്തെ ഈ അടിയന്തര മീറ്റിംഗിൽ പല കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇന്ന് ഇവിടെ വേറെ ഒരു കാര്യത്തെ പറ്റിയും ചർച്ച വേണ്ട പ്രസിഡന്റ്. പാവം പിടിച്ചൊരുത്തനെ ബസ്സിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതും പോരാ, ബോഡി കൊണ്ടുപോയിട്ട് കായലിലും മുക്കി. നിങ്ങൾ ഇതിന് സമാധാനം പറ. പുറത്ത് നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ നിങ്ങളും കാണുന്നില്ലേ? ശ്മശാനത്തിന്റെ കാര്യം അല്ലാതെ വേറെ ഒരു കാര്യത്തെ പറ്റി ഇവിടെ ചർച്ചയില്ല. അല്ല, ഇത് അങ്ങനെയല്ല മെമ്പറെ. ഇത് അങ്ങനെയാണ്, അല്ലാതെ പിന്നെ എങ്ങനെയാണ്? നിങ്ങൾ ആദ്യം ശ്മശാനത്തിലുള്ള നിങ്ങളുടെ സ്റ്റാൻഡ് പറയുന്നേ. ഇല്ലത് ആളുകൾ മരിച്ചു കഴിഞ്ഞ് കായലിൽ കൊണ്ടുപോയി തള്ളുന്ന പരിപാടിയൊന്നും നടക്കില്ല. അതിനെയാണ് കൂട്ടി നിൽക്കില്ല. വല്ലവേട്ട നിർത്തിയേ. വെറുതെ അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാക്കി എല്ലാവസ്ഥയും പോലെ ഈ ചർച്ച അലമ്പുണ്ടാക്കാൻ ശ്രമിക്കല്ലേ. നിങ്ങൾ ഇങ്ങനെ തുടങ്ങി ഇവിടെ ഒരു കാര്യം നടപ്പാക്കാൻ പറ്റില്ലല്ല. നിങ്ങൾക്ക് നടത്താൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഭരിക്കണ്ട. കട്ടിങ്സ് ഇറക്കല്ലേ, ആ സൈസ് ഇവിടെ എടുക്കൂല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ശ്മശാനത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം പഞ്ചായത്ത് എടുത്തിട്ട് നിങ്ങളത് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഈ അടിയന്തര മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാണ്. അത് പറയാൻ സമ്മതിക്കാതെ തോക്കിനകത്ത് കയറി വെടിവെച്ചിട്ടേ നിങ്ങൾ ഈ കാണിക്കണ പരിപാടി ഉണ്ടല്ല, ശുദ്ധ പോക്രിത്തരമാണ് വല്ലവേട്ട. വിരട്ടലും വിലവേശലും ഞങ്ങളുടെ അടുത്ത് വേണ്ട. അത് മടക്കി പോക്കറ്റിലിട്ടാൽ മതി, കയ്യിലിരിക്കട്ടെ. ഭരിക്കാൻ ഇവിടെ ആളുകൾ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ പ്രസിഡന്റ് വിശദീകരിക്കും. കഴിഞ്ഞ ദിവസം മൃതദേഹം കായലിൽ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ പൊതുശ്മശാനം എന്ന നമ്മുടെ നാടിൻ്റെ പൊതുവായ ആവശ്യം ബാക്കിയെല്ലാം മാറ്റിവെച്ച് അടിയന്തരമായി നടപ്പിലാക്കാൻ പഞ്ചായത്ത് തീരുമാനിക്കുന്നു. അതിനനുയോജ്യമായ സ്ഥലവും ഫണ്ടും പഞ്ചായത്ത് തന്നെ കണ്ടെത്തി നടപ്പിലാക്കുന്നതായിരിക്കും.